ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവേദികളിൽ പെരും നുണകളാൽ കെട്ടിപ്പൊക്കുന്ന വിദ്വേഷ പ്രസ്താവനകളുമായി മുന്നോട്ടു പോകുന്ന പ്രധാനമന്ത്രി മോദിക്ക് അക്കമിട്ട് മറുപടി നൽകുന്ന ഒരു തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. അതും വളരെ വ്യത്യസ്ത രീതിയിലാണ് കത്ത്. അതായത് NDA സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്നതിന് മുന്നോടിയായി മോദി ഒരു കത്തയച്ചിരുന്നു. ആ അയച്ച സന്ദേശത്തിന് മറുപടി പോലെയാണ് ഖർഗെ ഈ കത്തെഴുതിയത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങിയ കത്തിൽ മോദി പരാമർശിച്ച എല്ലാ കാര്യങ്ങളും ഇഴകീറി മുറിച്ച് മറുപടി നൽകിയിട്ടുണ്ട് ഖർഗെ. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, സ്ഥാനാർത്ഥികൾക്കെഴുതിയ കത്തിലെ ശൈലിയും പ്രയോഗവുമൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ചേർന്നതല്ല. താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞ നുണകൾ ജനങ്ങൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് സ്ഥാനാർത്ഥികൾ വഴി നുണയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതായാണ് മനസ്സിലായത്. ഒരു നുണ 1000 തവണ ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമാകില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ എഴുതിയ കാര്യങ്ങളും കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ വ്യക്തമാണ്. താങ്കൾക്ക് വേണ്ടി അവ ഇവിടെ പ്രതിപാദിക്കാം. കത്തിൽ കോൺഗ്രസ് ഉന്നയിച്ച ന്യായ് വാഗ്ദാനങ്ങൾ എണ്ണി പറയുകയാണ് അങ്ങനെ ഖർഗെ. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ന്യായ് പദ്ധതികൾ ഇപ്രകാരമാണ്: ഭരണകൂട നയങ്ങൾ കാരണം തൊഴിൽരഹിതരായ രാജ്യത്തെ എല്ലാ യുവാക്കൾക്കും തൊഴിലുറപ്പ് നൽകുന്ന യുവനായി അതിൽ ആദ്യത്തേത്. നിങ്ങളുടെ നേതാക്കളിൽ നിന്ന് അവരുടെ മനോഭാവം കാരണം പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്ന നാരി ന്യായ് പദ്ധതി മറ്റൊന്ന്. അതുപോലെ അവകാശങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ അടിച്ചമർത്തിയ കർഷകരെ ശാക്തീകരിക്കുന്ന കിസാൻ ന്യായ് പദ്ധതി മറ്റൊന്ന്. പണപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന വരുമാന അസമത്വവും കാരണം ബുദ്ധിമുട്ടനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഉള്ള ശ്രമിക് ന്യായ് പദ്ധതി മറ്റൊന്ന്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പാവങ്ങളെ ശാക്തീകരിക്കാൻ ഹിസ്സേദാരി ന്യായ് പദ്ധതി വേറെയൊന്ന്. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയമാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതായും താൻ അറിഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഞങ്ങളാകെ കണ്ടത് ചൈനയെ പ്രീതിപ്പെടുത്താൻ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണ് എന്നും ഖർഗെ തുറന്നടിക്കുകയാണ്. ഗൽവാനിൽ 20 പട്ടാളക്കാരുടെ ജീവൻ കുരുതി കൊടുത്തിട്ടും ഇന്ത്യ ചൈനക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു എന്നും ഖർഗെ കത്തിൽ തുറന്നടിച്ചു. മോദിയുടെ കത്തിൽ SC/ST OBC സംവരണങ്ങൾ എടുത്തു കളയുമെന്നും അവ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിന് നൽകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ പാവങ്ങളും അരികുവൽക്കരിക്കപ്പെട്ടവരും സ്ത്രീകളും യുവാക്കളും തൊഴിലാളി വർഗവും ദളിതുകളും ആദിവാസികളും ഉൾപ്പെടെ എല്ലാ സാധാരണക്കാരും ഉൾപ്പെടുന്നു എന്നും കത്തിൽ മോദിയെ ഓർമ്മിപ്പിക്കുകയാണ് ഖർഗെ. 1947 മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആരാണ് ഈ സംവരണത്തെ എതിർത്തിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ സമ്പാദിച്ച പണം കോൺഗ്രസ് തട്ടിപ്പറിച്ച് വിതരണം ചെയ്യുമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു മോദി. എന്നാൽ ഗുജറാത്തിലെ ദളിത് കർഷകരിൽ നിന്നും തട്ടിയെടുത്ത ഇലക്ടറൽ ബോണ്ടായി BJPക്ക് നൽകിയ 10 കോടി രൂപ അത് തിരിച്ചു തരേണ്ടത് സർക്കാരാണ് എന്ന് ഖർഗെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ എഴുതി. കോൺഗ്രസിനെതിരെ മോദി ഉന്നയിക്കുന്ന എല്ലാ വാദഗതികളും പൊളിച്ചെടുക്കുന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഈ തുറന്ന കത്ത്. ഇലക്ഷൻ അവസാനിക്കുകയാണ്. പരാജയപ്പെടാതിരിക്കാൻ വിദ്വേഷവും നുണയും മാത്രം പറഞ്ഞിരുന്ന ഒരു പ്രധാനമന്ത്രിയായി മാത്രമേ ജനം താങ്കളെ ഓർക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖർഗെ ആ കത്ത് അവസാനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ കത്ത് പ്രധാനമന്ത്രി മാത്രമല്ല, ഈ രാജ്യം തന്നെ വായിക്കുകയാണ്. കാരണം മോദിയുടെ രാഷ്ട്രീയം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.